ദില്ലിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി ബി.ജെ.പിയുടെ രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റെടുക്കുമ്പോൾ രേഖാ ഗുപ്തയ്ക്ക് മുന്നിലുള്ളത് പ്രധാനമായി 5 വെല്ലുവിളികളാണ്. അവ പരിശോധിക്കാം. ഒന്ന്, അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറായ സക്സേനയുമായി ഏറ്റുമുട്ടലിൻ്റെ പാത സ്വീകരിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. കാരണം നിയമപരമായി ലഫ്റ്റനന്റ് ഗവർണർക്ക് തന്നെയാണ് അധികാരപരിധി അല്പം കൂടുതൽ ഉള്ളത്. സക്സേന ഈ ദില്ലിയിലെ സുരക്ഷ പൂർണ്ണമായി തന്നെ കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലഫ്റ്റനന്റ് ഗവർണർ കൂടിയാണ്. മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്തയും ഇല്ലെങ്കിൽ ബി.ജെ.പി അധികാരമേറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ യമുന ശുചീകരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ച സക്സേന താനാണ് മുൻപിലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഇവിടെ സമരസപ്പെട്ടു പോവുക എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. ഒരുപക്ഷെ ബി.ജെ.പിയുടെ തന്നെ മുഖ്യമന്ത്രി ആയതുകൊണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന 2 ഭരണഘടനാ സ്ഥാനങ്ങൾ ആയതുകൊണ്ടും തന്നെ ഒരുപക്ഷെ രമ്യതപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. 2, വാഗ്ദാനങ്ങളാണ് കടുകട്ടി. അത് നടപ്പാക്കാനാകുമോ ഇല്ലയോ എന്നാണ് ഏവരും നോക്കുന്നത്. കാരണം ഈ വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകുന്നതിൽ എതിർപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി.ജെ.പി. പക്ഷേ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ദില്ലി തെരഞ്ഞെടുപ്പിൽ അവർ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയത്. ദരിദ്രരായ സ്ത്രീകൾക്ക് 2500 രൂപ, ഗർഭിണികളായ സ്ത്രീകൾക്ക് 21,000 രൂപ, ഒപ്പം തന്നെ ചികിത്സാ സഹായമായി 10 ലക്ഷം രൂപയാണ്. അതിൽ 5 ലക്ഷം രൂപ ആയുഷ്മാൻ ഭാരതും 5 ലക്ഷം രൂപ ദില്ലി സർക്കാരും നൽകുമെന്ന് പറയുന്നു. നമുക്കറിയാം, വാഗ്ദാനങ്ങൾ നൽകിയ പല സംസ്ഥാനങ്ങളും പിന്നീട് അത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വളരെ പ്രതിസന്ധിയിലായതാണ് നാം കണ്ടതുമാണ്. ഇതിനെതിരെ ബി.ജെ.പി വാഗ്ദാനങ്ങൾ നൽകുന്നതിനെതിരെ പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ ദില്ലിയിൽ അവർ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് എത്രത്തോളം നിറവേറ്റാൻ കഴിയും എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇത് ഖജനാവിന് ഒക്കെ വലിയ നഷ്ടം വരുത്തി വെക്കുന്ന, സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളതാണ് 2ാമത്തെ വെല്ലുവിളി. 3ാമത്തേത്, പ്രതിപക്ഷം അത്ര ദുർബലമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം പ്രതിപക്ഷം പാടെ തകർന്നു പോയിരുന്നില്ല. പക്ഷേ ആം ആദ്മി ഭരിക്കുന്ന സമയത്ത് 70-ൽ 62 സീറ്റും ആം ആദ്മിക്ക്, കേവലം 8 MLA-മാർ മാത്രമാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. അതിന് മുൻപ് കേവലം 3 MLA-മാർ മാത്രമാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ആ നിലയല്ല ഇപ്പോൾ. പ്രതിപക്ഷം ശക്തമാണ്. ആ പ്രതിപക്ഷം നിരന്തരം ആ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണങ്ങളെ നേരിടേണ്ടി വരും. കാരണം ആം ആദ്മി പ്രതിപക്ഷത്താകുമ്പോഴൊക്കെ അവർ ചെറിയ കാര്യങ്ങളിൽ പോലും പ്രതികരിക്കുന്ന ഒരു രീതി ആം ആദ്മിക്കുണ്ട്. അതാണ് 3ാമത്തെ കാര്യം. 4ാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണം ബി.ജെ.പിയുടെ കൈപ്പിടിയിൽ ഒതുക്കാതെ സുഗമമായി മുൻപോട്ട് പോകില്ല. കാരണം ദില്ലിയിലെ സാധാരണക്കാരുടെ ദൈനംദിനമായ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനാണ്. കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ ആം ആദ്മിയും ബി.ജെ.പിയും തമ്മിൽ ചെറിയ ഒരു ഭൂരിപക്ഷം മാത്രമാണ്. ഇത് മാറിയും തിരിഞ്ഞുമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ആം ആദ്മി പാർട്ടിയുടെ ഈ കൗൺസിലർമാർ ബി.ജെ.പി പക്ഷത്തേക്ക് ചേർന്നപ്പോൾ ബി.ജെ.പിക്ക് നേരിയ മുൻതൂക്കം കിട്ടി. അങ്ങനെ ഇരുപക്ഷവും ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭരണം സുഗമമായി മുൻപോട്ട് പോകുന്നുമില്ല. കാരണം ഏത് നിമിഷവും അങ്ങോട്ടോ ഇങ്ങോട്ടോ 2-3 പേർ ചാടിയാൽ ഈ ഭരണം തകരുന്ന ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഈ ദില്ലി കോർപ്പറേഷൻ പിരിച്ചുവിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിനുശേഷം ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയേക്കാം. അതല്ല എങ്കിൽ ആം ആദ്മിയിൽ നിന്നൊക്കെ ഒരു വലിയ വിഭാഗം കൗൺസിലർമാരെ മറുകണ്ഠം ചാടിച്ചുകൊണ്ട് ബി.ജെ.പിക്ക് അവിടെ സുസ്ഥിരമായ ഭരണം ഉണ്ടാക്കേണ്ടി വരും. ഇല്ല എങ്കിൽ ദില്ലി കോർപ്പറേഷൻ ഒരു തലവേദനയായി മാറാനുള്ള സാധ്യതയാണ്. കാരണം സർക്കാരിൻ്റെ ഇല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ദില്ലി കോർപ്പറേഷനാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണത്. ഇനി 5ാമത്തെ കാര്യങ്ങൾ. 1, റോഡുകൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, മാലിന്യ കൂമ്പാരം, അഴുക്കുചാലുകൾ, ചേരികൾ. ഇതിൽ മഴയ്ക്ക് മുൻപ് തന്നെ ശരിയാക്കേണ്ട ഒന്നാണ് ഈ മഴവെള്ളം കെട്ടി നിൽക്കുന്ന ഒഴിവാക്കൽ. നമുക്കറിയാം, കഴിഞ്ഞ വർഷമായിരുന്നു അവിടെ കോച്ചിങ് സെൻറ്ററിൽ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികൾ കെട്ടിക്കിടക്കുന്ന മഴവെള്ളം ഇരച്ചു കയറി മരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇതിനൊക്കെ ഉടൻ നടപടികൾ എടുക്കണം. അതായത് രേഖാ ഗുപ്തയ്ക്ക് മുന്നിലുള്ളത് ചെറിയ രേഖകളല്ല, വലിയ രേഖകൾ തന്നെയാണ്. അത് മറികടന്ന് വേണം മുൻപോട്ട് പോകാൻ. ഇതിൽ പകുതിയെങ്കിലും നടപ്പാക്കാനായാൽ ബി.ജെ.പിക്ക് സുസ്ഥിരമായി ഇരിക്കാൻ കഴിയും. ബി.ജെ.പിയെ സംബന്ധിച്ച് സുഷമ സ്വരാജിന് ശേഷം ദില്ലി ഭരിക്കുന്ന ആദ്യ വനിത കൂടിയാണ് രേഖാ ഗുപ്ത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.